തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ 10 വയസ്സുകാരൻ അനോജിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. അനോജ് കണ്ണു തുറന്നു നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. വെന്റിലേറ്റർ സപ്പോർട്ട് തുടരുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, അല്പം ആശ്വാസം. എന്തായാലും ഡോക്ടർമാർ എന്താണ് പറയുന്നത്? ശ്രുതി, ഇപ്പോൾ 10 വയസ്സുകാരൻ അലോജിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. ഇന്ന് രാവിലെ വിശദമായി തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു. നേരത്തെ വെന്റിലേറ്ററിൽ ഗുരുതരമായി തന്നെ ചികിത്സയിൽ കഴിയുകയായിരുന്നു അലോജ്. ഇപ്പോൾ കണ്ണു തുറന്നിട്ടുണ്ട്. മാത്രവുമല്ല, ആളുകൾ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നുണ്ട് എന്ന ആശ്വാസകരമായ വാർത്തയും ആശുപത്രിയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ കൃത്യമായ നിരീക്ഷണങ്ങൾ തുടരും. ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ്. സഹോദരൻ മരിച്ചിരുന്നു. അതിന് പിന്നാലെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അലോജിനെ എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ICUവിൽ കഴിയുകയാണ്. വെന്റിലേറ്റർ സപ്പോർട്ടും തുടരുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിശദമായ പരിശോധന വിശദമായ വിദഗ്ധ സംഘം തന്നെ ഇപ്പോൾ പരിശോധനയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഇപ്പോൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും പറയുന്നത്. ശരി, ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്തായാലും 10 വയസ്സുകാരൻ അനോജിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ളതാണ്.